So good morning guys. I hope you are all doing well. I am Gokul and today's class is all about book list and the strategy. സോ ഇന്നത്തെ ക്ലാസ് ഒരു ബിഗിനർ സ്റ്റുഡൻറ്റിന് ഒരു ബേസിക് എങ്ങനെയാണ് യു പി എസ് സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വേണ്ടിയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ബുക്കായിരിക്കും റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, പിന്നെ ഏതൊക്കെ സോഴ്സിൽ നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യാം, അതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്കഷൻ ആയിരിക്കും ഈ ഒരു ക്ലാസ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ആർ ഓൾ പ്രിപ്പയറിംഗ് വെൽ ഫോർ ദ എക്സാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. അഗെയിൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ യു പി എസ് സിയുടെ സിലബസ് ഒരു പ്രിൻ്റ് ഔട്ട് ആയിട്ട് എടുത്ത് വെക്കണം എന്ന്. സോ ഐ ഹോപ്പ് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഒരു പ്രിൻറ്റ് കാണുമായിരിക്കും. സോ എനിക്ക് എത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓൾറെഡി നമുക്കറിയാം പ്രിലിംസും മെയിൻസിനും എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഓക്കെ, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സോ ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ തുടങ്ങുന്നത് ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ്. സോ ഹിസ്റ്ററിയിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഹിസ്റ്ററി നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഏൻഷ്യൻറ്റ്, മിഡീവൽ ആൻഡ് മോഡേൺ. ഓക്കെ, സോ നമ്മൾ ഈ മൂന്ന് ഹിസ്റ്ററിയുടെ ഈ മൂന്ന് ഭാഗത്തായിരിക്കും ആദ്യത്തെ ബുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് ആർ എസ് ശർമ്മ. ഏൻഷ്യൻ ഹിസ്റ്ററിക്ക് ആർ എസ് ശർമ്മയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഓൾഡ് എൻ സി ആർ ടിസ്. ഓക്കെ, ഇഫ് യു ഹാവ് ന്യൂ എൻ സി ആർ ടി യു ക്യാൻ യൂസ് ദ ന്യൂ എൻ സി ആർ ടി, ബട്ട് ട്രൈ ചെയ്യുക ഓൾഡ് എൻ സി ആർ ടീസ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ മാക്സിമം ഓൾഡ് എൻ സി ആർ ടി ആർ എസ് ശർമ്മ വായിച്ച് നോക്കുക. ഓക്കെ, ന്യൂ എൻ സി ആർ ടിക്ക് അകത്ത് ചില ചാപ്റ്റേഴ്സ് അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ദ മെയിൻ റീസൺ ഓൾഡ് എൻ സി ആർ ടിയിലോട്ട് പോകാൻ വേണ്ടി. ബട്ട് സ്റ്റിൽ ഈ ഒരു ബുക്ക് ഏൻഷ്യൻ ഹിസ്റ്ററിക്ക് ഇത് മതിയായിരിക്കും. ഓക്കെ, ദെൻ അഗെയിൻ ഹാർഡ് കോപ്പി ആൻഡ് സോഫ്റ്റ് കോപ്പിയിൽ ഇങ്ങനെ എൻക്വയറീസ് വരാറുണ്ട്. സോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഹാർഡ് കോപ്പി ആണെങ്കിൽ ഇപ്പോൾ നോട്ട് ഡൗണൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സ്ക്രീൻ ടൈം ഒത്തിരി കുറയ്ക്കണം, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഒത്തിരി ആകുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ബുക്സിന് വേണ്ടി പോകാം, ഓർ യു ക്യാൻ ഡൗൺലോഡ് ദ PDF. ഓക്കെ, സോ ഏൻഷ്യൻ ഹിസ്റ്ററിക്ക് നിങ്ങൾ ആർ എസ് ശർമ്മ ദാറ്റ് ഇസ് ഓൾഡ് എൻ സി ആർ ടി പർച്ചേസ് ചെയ്യുക. ആൻഡ് ദ മെഡിവൽ ഹിസ്റ്ററി ദാറ്റ് ഇസ് മെഡിവൽ ഹിസ്റ്ററിക്ക് സതീഷ് ചന്ദ്രയാണ് അഗെയിൻ ഓൾഡ് എൻ സി ആർ ടി ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ന്യൂ എൻ സി ആർ ടീസ് ആണെങ്കിലും കുഴപ്പമില്ല, യു ക്യാൻ ഗോ ത്രൂ ദ ഓൾഡ് എൻ സി ആർ ടി ഓർ ന്യൂ എൻ സി ആർ ടി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ സോഴ്സസ് ആയിട്ടാണ് നമ്മളിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ബുക്സ്. ദാറ്റ് ഇസ് ഏൻഷ്യൻ ഹിസ്റ്ററിക്ക് ആർ എസ് ശർമ്മയും മെഡിവൽ ഹിസ്റ്ററിക്ക് ദാറ്റ് ഇസ് സതീഷ് ചന്ദ്രയും. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഇസ് ദ മോഡേൺ ഹിസ്റ്ററി. മോഡേൺ ഹിസ്റ്ററിക്കകത്ത് രണ്ട് ബുക്കുണ്ട്, സ്പെക്ട്രം ആൻഡ് ബിപിൻ ചന്ദ്ര. ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ മോഡേൺ ഇന്ത്യ ദാറ്റ് ഇസ് സ്പെക്ട്രം, ആൻഡ് ദ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ദ ഇൻഡിപെൻഡൻസ് ദാറ്റ് ഇസ് ബിപിൻ ചന്ദ്ര. രണ്ട് ബുക്കും നല്ലതാണ്. രണ്ട് ബുക്കും ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുക്കിൽ നിന്ന് പഠിച്ചാൽ മതി. ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇനി ബുക്ക് ചേഞ്ച് ചെയ്യാൻ പോകണ്ട. ബട്ട് ഇച്ചിരി കൂടെ റെക്കമെൻഡ് ചെയ്യുന്നത് സ്പെക്ട്രം ആയിരിക്കും. ഓക്കെ, സ്പെക്ട്രം ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി ഒരു മെജോറിറ്റി സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന സ്പെക്ട്രമാണ്. സോ ദാറ്റ്സ് വൈ ഐ എം റെക്കമെൻഡിങ് ദി സ്പെക്ട്രം ഫോർ യു for the modern history. Okay, again the next is the polity and the governance, the Indian framework. The Indian polity M Lakshmikant ആണ് എന്തായാലും. ആസ് വി നോ ദാറ്റ് ദ ബൈബിൾ, ഗീത, ഖുറാൻ എല്ലാം പറയാറുണ്ട് പൊളിറ്റിക്ക് വേണ്ടി എന്തിന്, ഇന്ത്യൻ പൊളിറ്റിന്. ദാറ്റ് ഇസ് ലക്ഷ്മികാന്ത്. ഓക്കെ, ലക്ഷ്മികാന്ത് പറയാറുണ്ട്. ലക്ഷ്മികാന്ത് ഗവർണൻസും ഇന്ത്യൻ പൊളിറ്റി രണ്ടും കവർ ആകും. ആൻഡ് ദ അതർ ബുക്ക് ഇസ് ബൈ ദ DD ബാസു സർ. ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇത് മെയിൻസിന് വേണ്ടിയാണ് നോർമലി റെക്കമെൻഡ് ചെയ്യാറുള്ളത്. നിങ്ങളിപ്പോൾ ഇത് ഒരു ഓപ്ഷണൽ ആയിട്ട് വെച്ചാൽ മതി. ജസ്റ്റ് ഇപ്പം ഇത് പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അഗെയിൻ ലക്ഷ്മികാന്താണ് നമ്മുടെ മെയിൻ സോഴ്സ്. ലക്ഷ്മികാന്ത് നിങ്ങൾ ഫുൾ തെറോ വായിച്ചിട്ട് ഓക്കെ നിങ്ങൾ അതിൽ നിന്ന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഈ ഒരു ബുക്ക് എടുക്കുക. ഓക്കെ, ലക്ഷ്മികാന്ത് മസ്റ്റാണ്, ഇത് പർച്ചേസ് ചെയ്യണം. ഓക്കെ, ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ ബുക്സ് അവൈലബിൾ ഉണ്ട്. ഈവൻ ഞാൻ മുമ്പേ പറഞ്ഞ സ്പെക്ട്രം ആൻഡ് സതീഷ് ചന്ദ്ര ആൻഡ് ആർ എസ് ശർമ്മ. ഓക്കെ, ഈ എല്ലാ ബുക്കും ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ഹാർഡ് കോപ്പി ആയിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക. ദ നെക്സ്റ്റ് ഇസ് ദ ജോഗ്രഫി. ജോഗ്രഫിക്കകത്ത് ഈ മൂന്ന് ബുക്സ് കമ്പൾസറിയാണ്. ദാറ്റ് ഇസ് അറ്റ്ലസ് നിങ്ങൾ സ്റ്റാർട്ട് അറ്റ്ലസിൽ നിന്നാണ് ആയിരിക്കണം ചെയ്യേണ്ടത്. അറ്റ്ലസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓക്സ്ഫോർഡ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഓറിയന്റ് ബ്ലാക്ക് സ്വാൻ വേണമെങ്കിൽ എടുക്കാം. ബട്ട് സ്റ്റിൽ ഓക്സ്ഫോർഡ് ആണ് എടുക്കുന്നതെങ്കിൽ സ്റ്റുഡൻറ് അറ്റ്ലസ് ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റുഡൻറ് അറ്റ്ലസ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത് ഓക്സ്ഫോർഡ് ആണെങ്കിൽ. ഓക്കെ, ഓറിയന്റ് ബ്ലാക്ക് സ്വാൻ നിങ്ങൾക്ക് പോവാം. അഗെയിൻ അതും ഒരു നല്ലൊരു അറ്റ്ലസ് ആണ്. ആൻഡ് ദ മെയിൻ സോഴ്സ് ഓഫ് ദി ജോഗ്രഫി ഈസ് ദ NCERTs. ക്ലാസ് 6 to 12 NCERT ആണ് ജോഗ്രഫിക്കകത്ത് ഏറ്റവും മെയിൻ സോഴ്സ്. ഓക്കെ, എസ്പെഷ്യലി ദ 11th ക്ലാസ് NCERT നല്ലപോലെ പഠിച്ചിരിക്കണം. 6 to 12 മസ്റ്റ് ആണ്. ഓക്കെ, നിങ്ങളത് നല്ലപോലെ വായിച്ച് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അഗെയിൻ 11th NCERT മസ്റ്റ് ആണ്, അത് എന്തായാലും വിടുന്നു. അത് മസ്റ്റായിട്ട് നല്ലപോലെ പഠിച്ച് അത് നല്ലൊരു ഗ്രിപ്പ് എന്തായാലും വേണം. അതിൻ്റെ കൂടെ ആയിരിക്കണം നമ്മൾ JC ലിയോങ് പർച്ചേസ് ചെയ്യേണ്ടത്. ഓക്കെ, NCERTക്കകത്ത് എല്ലാ ടോപ്പിക്കും അത്രയും വാസ്റ്റ് ആയിട്ടില്ല. ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ടായിരിക്കും കൊടുത്തേക്കുന്നത്.
അങ്ങനത്തെ ടോപ്പിക്സ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് JC Leong കവർ ചെയ്യാൻ പറ്റും. സോ ഓൾസോ പർച്ചേസ് ദ JC Leong. ഈ 2 സോഴ്സ് ആയിരിക്കും നിങ്ങളുടെ മെയിൻ ആയിട്ട് ജോഗ്രഫിക്കുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ദ 6th to 12th NCERTs ആൻഡ് ദ JC Leong ഫോർ ജോഗ്രഫി ആൻഡ് അറ്റ്ലസ് ഫസ്റ്റ് ആണ്. സോ വിതൗട്ട് അറ്റ്ലസ് ജോഗ്രഫി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കറണ്ട് അഫയേഴ്സിൽ എപ്പോഴും നമ്മളൊരു സ്ഥലമോ പ്ലേസസ് ഇൻ ന്യൂസ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും അറ്റ്ലസ് നമ്മുടെ കൂടെ തന്നെ വെക്കുക. ആൻഡ് അത് നിങ്ങൾ അപ്പോൾ മാർക്ക് ചെയ്യുക. അതിൻ്റെ ചുറ്റുമുള്ള വാട്ടർ ബോഡീസ് ആയാലും അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്സ് ആയാലും അതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യാൻ അറ്റ്ലസ് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ ജോഗ്രഫി പഠിക്കാൻ നേരത്ത് ഈ 3 ബുക്സ് എപ്പോഴും കൂടെ കാണും. സോ ദ പോളിറ്റി ഈസ് ഓവർ, ജോഗ്രഫി ഈസ് ഓവർ ദാൻ ദ ഇക്കോണമി ഇന്ത്യൻ ഇക്കണോമിക് ലാൻഡ്സ്കേപ്സ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്ത് നിതിൻ സിംഘാനിയ ആണ് നോർമലി ഇപ്പോൾ ഇട്ടേക്കുന്നത്. ബട്ട് സ്റ്റിൽ അവിടെ 2 ബുക്കും കൂടെ ഉണ്ട്. ദാറ്റ് ഇസ് രമേശ് സിംഗ് ആൻഡ് ദ ശ്രീറാം IAS. ഓക്കെ, ശ്രീറാം IASൻ്റെ ഒരു ബുക്കുണ്ട്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ബിഗിനർ ആണ്, നിങ്ങൾക്ക് ഇക്കണോമിക്സിനെ കുറിച്ച് ഒന്നും അറിയില്ല, ദെൻ ഗോ ഫോർ ദ നിതിൻ സിംഘാനിയ. ആൻഡ് ഇഫ് യു നോ അബൌട്ട് ദ ഇക്കോണമി ദെൻ നിങ്ങൾക്ക് രമേശ് സിംഗ് മേടിക്കാനേ ഉള്ളൂ. രമേശ് സിംഗ് ഇച്ചിരി കൂടെ കീ ടു ദ പോയിന്റ്സ് ആയിരിക്കും. ഓക്കെ, രമേശ് സിംഗ് ഇച്ചിരി കൂടെ ടു ദ പോയിന്റ് ആയിരിക്കും. ഇതൊരു ഇച്ചിരി ബൾക്കി ബുക്കാണ്. നിതിൻ സിംഘാന ഇച്ചിരിയും കൂടെ അത്ര ബൾക്കി അല്ല, ബട്ട് സ്റ്റിൽ നമുക്കൊരു തേർഡ് മാൻ പെർസ്പെക്റ്റീവിൽ നിന്ന് ഒരു ഇക്കോണമി ഇച്ചിരി നല്ലപോലെ ഡിഫൈൻ ചെയ്തു തരുന്ന ഒരു ബുക്കാണ്. ദാറ്റ് ഇസ് നിതിൻ സിംഘാന. ബട്ട് ഇതിൻ്റെ 2 കൂടെ ഒരു ബ്ലെൻഡാണ് നമ്മൾ ശ്രീറാം IASൻ്റെ ബുക്കിൽ കാണുന്നത്. ഓക്കെ, ഈ ബുക്കായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നോർമലി നിങ്ങളിപ്പോൾ സപ്പോസ് അധികം ഇക്കോണമിയെ കുറിച്ച് അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് ശ്രീറാം വായിച്ചാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. So go for these 2 books, and if you already have a grip on economy, then go for the Ramesh Singh. Okay, then 9 to 12th economic books. Okay, ഈ 9, 10, 11, 12 ഇതിൻ്റെ അകത്തുനിന്ന് 9 and 11 പ്ലീസ് റീഡ് ചെയ്യുക. 12 നിങ്ങൾക്ക് ഫുൾ റീഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് 9 and 12 എന്തായാലും ഈ 2 സ്റ്റാൻഡേർഡ് ബുക്സിൻ്റെ മണ്ടയ്ക്കോട്ട് ജമ്പ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ NCERT 9 and 11 and 10 ഓൾസോ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തു പോവുക. ഒരു ഗോ ത്രൂ ചെയ്താൽ മതി. ബ്രീഫായിട്ടിരുന്ന് പഠിക്കുകയോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക എന്താണ് പറയുന്നതെന്ന്. ഓക്കെ, ഒരു ഫണ്ടമെന്റൽ നോളജിന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഇക്കോണമിക് സർവേ അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കോണമിക് സർവേ എപ്പോഴും വരുമ്പോൾ ഇത് നമ്മൾ നോക്കണം. ബജറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇക്കോണമി നോർമലി ഇതൊരു ഡൈനാമിക് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത് മാറിക്കൊണ്ടിരിക്കും. സോ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ നിന്നും കാര്യങ്ങൾ ഇത് നോട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ, നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യണം ഫോർ ഇക്കോണമി. അഗെയിൻ ദ എൻവയറമെന്റ് ആൻഡ് ഇക്കോളജി. മുമ്പേ പറഞ്ഞ സബ്ജക്റ്റ് ലൈക്ക് പൊളിറ്റി ആയി, ഗവർണൻസ് ആയി, ഹിസ്റ്ററി ആയി, ഇതൊക്കെ സ്റ്റാറ്റിക് സബ്ജക്റ്റ് ആണ്. അതിൽ മാറ്റം വരില്ല. ഓക്കെ, ഇക്കോണമിക്കകത്ത് പാർഷ്യൽ സ്റ്റാറ്റിക്സ് ആണെങ്കിലും ഡൈനാമിക് സബ്ജക്റ്റ് ആണ്. ബട്ട് എൻവയറമെന്റ് ഇക്കോളജി ഈസ് ഓൾ അബൌട്ട് ഡൈനാമിക്. UPSC ചോദിക്കുന്നത് മോസ്റ്റ്ലി ഇതിൻ്റെ ഒരു ബേസിക് നോളജ് നമുക്ക് എന്തായാലും വേണം. നമ്മളൊരു ബുക്ക് റീഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ക്ലാസ് 12th ബയോളജി NCERTയുടെ ഒരു 6 chapters, അവസാനത്തെ 6 to 7 chapters ഉണ്ട്, ലാസ്റ്റ് ചാപ്റ്റേഴ്സ്. ഓക്കെ, ഫസ്റ്റ് അല്ല, അവസാനത്തെ 6 to 7 chapters ഉണ്ട്. അതാണ് നമ്മൾ എൻവയറമെന്റ് ആൻഡ് ഇക്കോളജിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. അത് മസ്റ്റ് റീഡ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ആണ്. പ്ലീസ്, എൻവയറമെന്റ് ഇക്കോളജി നിങ്ങൾക്ക് മെയിൻ സോഴ്സ് ഇതിൽ നിന്നൊരു ബേസ് കിട്ടും. ഓക്കെ, 12th NCERT ബയോളജിയിൽ നിന്ന് ലാസ്റ്റ് 6 to 7 chapters ബേസ് കിട്ടും. ദെൻ നിങ്ങൾ ഇത് പോളിഷ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് വെച്ചാണ്. കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ഇതിൻ്റെ മെയിൻ സോഴ്സ്. കറണ്ട് അഫയേഴ്സിന് വേണ്ടി നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ റീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദാറ്റ് ഇസ് മന്ത്ലി മാഗസീൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മന്ത്ലി മാഗസീൻസിനും പിന്നെ എല്ലാ ദിവസത്തെ ന്യൂസ് പേപ്പർ റീഡിങ്ങിനും നിങ്ങൾക്കിത് ഏകദേശം കവർ ചെയ്യാം. ഓക്കെ, സോ കൊച്ചുങ്ങൾ സ്റ്റുഡൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട് കറണ്ട് അഫയേഴ്സിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്ന്. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻവയറമെന്റ് ഇക്കോളജി ആൻഡ് സയൻസ് ആൻഡ് ടെക് ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടി എന്തായാലും നോട്ട് പ്രിപ്പയർ ചെയ്യണം. ബട്ട് ഇപ്പോൾ നമുക്ക് കുറേ മെറ്റീരിയൽ അവൈലബിൾ ആണ്. കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ മന്ത്ലി മാഗസീൻസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഐ ഹോപ്പ് എൻവയറമെന്റ് ഇക്കോളജി എവിടെ നിന്നാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. ദെൻ അഗെയിൻ സയൻസ് ആൻഡ് ടെക്നോളജി ഓൾസോ എ ഡൈനാമിക് സബ്ജക്ട്. സോ ഇത് നിങ്ങൾക്ക് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ 6 to 10th NCERTs റീഡ് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് സ്റ്റുഡൻ്റ് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല, സോ മസ്റ്റ് ആണ് 6 to 10th സയൻസ് ബുക്സ് റീഡ് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആണ്, ബട്ട് ബ്രഷപ്പ് ആയിട്ടില്ല, മറന്നുപോയി, എന്നാലും ഇത് റീഡ് ചെയ്യണം. ഓക്കെ, 6 to 10th ഒരു ബേസിക് സയൻസിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നമ്മുടെ മെയിൻ സോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദാറ്റ് ഇസ് കറണ്ട് അഫയേഴ്സ് മാഗസീൻസ് ആണ്. കറണ്ട് അഫയേഴ്സിൻ്റെ അകത്ത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ദാറ്റ് ഇസ് ഫസ്റ്റ് ദ ന്യൂസ് പേപ്പർ. ഓക്കെ, ന്യൂസ് പേപ്പർ കഴിഞ്ഞിട്ട് മന്ത്ലി മാഗസീൻസ്. ഓക്കെ, ന്യൂസ് പേപ്പർ മന്ത്ലി മാഗസീൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇതൊരു മെയിൻ സോഴ്സ് ആയിട്ട്. ഈ 2 steps നിങ്ങൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അടുത്ത സോഴ്സ് ദാറ്റ് ഇസ് യോജന
അല്ലെങ്കിൽ PIB അല്ലെങ്കിൽ ഡൗൺ ടു എർത്ത് പോലത്തെ മാഗസീൻസ് നിങ്ങൾക്ക് റീഡ് ചെയ്യാം. ഇതൊക്കെ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മന്ത്ലി മാഗസീൻസിൻ്റെ അകത്ത് കവർ ആകും. ബട്ട് യു മേക്ക് ഷുവർ ദാറ്റ് ദ ന്യൂസ് നിങ്ങൾ എല്ലാ ഡെയിലിയും വായിക്കണം, ന്യൂസ് പേപ്പർ ആൻഡ് ദ മന്ത്ലി മാഗസീൻ നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ, ഈ ഒരു കാര്യം വെച്ച് തന്നെ നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയറമെൻറ്റ് ആൻഡ് ഇക്കോളജി നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് കറണ്ട് അഫയേഴ്സ് ആണ് ഇത് രണ്ടിൻ്റെ മെയിൻ സോഴ്സ്. ദ നെക്സ്റ്റ് ഇസ് ദ ആർട്ട് ആൻഡ് കൾച്ചർ. ആർട്ട് ആൻഡ് കൾച്ചർ നോർമലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് നിതിൻ സിംഘാനിയ. നിതിൻ സിംഘാനിയ ഒത്തിരി ബൾക്കിയാണ്. ഓക്കെ, സോ ഇറ്റ്സ് എ ബൾക്കി ബുക്ക്. ഇത്രയും ചിലപ്പോൾ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇത് ഫുൾ ഇരുന്ന് റീഡ് ചെയ്യാനെങ്കിൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും ആൻഡ് ഇച്ചിരി ബോർ അടിപ്പിക്കുന്ന ഒരു കാര്യം കൂടെയാണ് ആർട്ട് ആൻഡ് കൾച്ചർ. സോ നിങ്ങൾ നിതിൻ സിംഘാനിയ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, ഈ ബുക്ക് പർച്ചേസ് ചെയ്യുക, പർച്ചേസ് ചെയ്ത് വെച്ചേക്കുക. ബട്ട് മെയിൻ സോഴ്സ് നിങ്ങൾ NCERTs തന്നെ നോക്കുക. ഓക്കെ, NCERTs നോക്കുക. NCERTക്ക് അകത്തുനിന്ന് നമ്മുടെ ബുക്സിൻ്റെ അകത്തുനിന്ന് റീഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ പോകും. ഓക്കെ, ബട്ട് സ്റ്റിൽ അതിൻ്റെ അകത്ത് ഫുൾഫിൽ അല്ല. നോളജ് നിങ്ങൾക്ക് ഇച്ചിരി എക്സ്പ്ലനേഷൻ ഇനിയും വേണം എന്ന് തോന്നുമ്പോൾ മാത്രം നിതിൻ സിംഘാനിയ എടുത്താൽ മതി. നിതിൻ സിംഘാനിയ ഫുള്ള് ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. ബട്ട് നോർമലി എല്ലാ പ്രിപ്പറേഷനും സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നത് നിതിൻ സിംഘാനിയാണ്. ഓക്കെ, NCERTs ആൻഡ് നിതിൻ സിംഘാനിയാണ് ഇതിൻ്റെ മെയിൻ സോഴ്സ് ഫോർ ദ ആർട്ട് ആൻഡ് കൾച്ചർ. അഗെയിൻ ഇസ് ദ എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എത്തിക്സിൻ്റെ അത് നമ്മൾ ലെക്സിക്കോൺ ആണ് നമ്മൾ എപ്പോഴും എത്തിക്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ബുക്കുണ്ട്, ദാറ്റ് ഇസ് DK ബാലാജി. DK ബാലാജി റെക്കമെൻഡ് ചെയ്യുന്നു. ഈ രണ്ട് ബുക്കാണ് നമ്മൾ മെയിൻ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റോയ് ചൗധരിയുടെയും എടുക്കാം. ഓക്കെ, ബട്ട് സ്റ്റിൽ DK ബാലാജി ആൻഡ് ലെക്സിക്കോൺ ആർ ദ മെയിൻ സോഴ്സ് ഫോർ ദ എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ആൻഡ് അതർ ഈസ് ദ കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിൻ്റെ കേസ് സ്റ്റഡീസ്. ഓക്കെ, ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഓക്കെ, ഇതൊക്കെ നമുക്കൊരു ഐഡിയ വേണം. അതിൽ നിന്നായിരിക്കും മോസ്റ്റ്ലി എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡിന് ക്വസ്റ്റൻസ് ഒക്കെ വരാൻ ചാൻസസ് കൂടുതൽ. സോ ജസ്റ്റ് ഈ ബുക്ക് പർച്ചേസ് ചെയ്യുക. ഈ രണ്ടിൽ ഏത് ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ ന്യൂസ് പേപ്പർ റീഡിങ്. ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ നമ്മൾ പറയുന്നുണ്ട്, ദാറ്റ് ഇസ് ഹിന്ദു ആൻഡ് ഇന്ത്യൻ എക്സ്പ്രസ്. അഗെയിൻ ഹിന്ദു ആണ് മോസ്റ്റ്ലി എല്ലാ കൊച്ചുങ്ങളും മോസ്റ്റ്ലി സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നത്. സോ ഐ റെക്കമെൻഡ് ഹിന്ദു ആസ് ഫോർ ദ ഡെയിലി പ്രിപ്പറേഷൻ. ആൻഡ് ന്യൂസ് പേപ്പർ റീഡിങ് ഹാബിറ്റ് ഇല്ലാത്ത സ്റ്റുഡൻസിന് വേണ്ടി യു ഹാവ് ടു ഡെവലപ്പ് ദാറ്റ്. ഓക്കെ, ന്യൂസ് പേപ്പർ റീഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. നോർമലി സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ റീഡിങ് സ്കിപ്പ് ചെയ്തിട്ട് മന്ത്ലി മാഗസിൻ മാത്രം വായിക്കും. മന്ത്ലി മാഗസിൻ നിങ്ങൾക്ക് ഒരു ഓവർലുക്ക് മാത്രമേ തരത്തുള്ളൂ. ബട്ട് നിങ്ങൾക്ക് ആ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ന്യൂസ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ കീ പോയിന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ മെയിൻസിൻ്റെ അകത്ത് എങ്ങനെ എഴുതണം, അതൊക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ റീഡ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇപ്പോൾ ന്യൂസ് പേപ്പർ മസ്റ്റ് ആണ്. സോ ഹിന്ദു റെക്കമെൻഡ് ചെയ്യുന്നു. ഹിന്ദു ഇപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് വേറൊരു ന്യൂസ് പേപ്പറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലോട്ടും പോകാം. ഓക്കെ, നോ പ്രോബ്ലം, ഏത് ന്യൂസ് പേപ്പർ വേണമെങ്കിലും വായിക്കാം. വേറെ കുറേ അഗെയിൻ ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ എത്ര ന്യൂസ് പേപ്പർ വായിക്കണം. ഒരു ന്യൂസ് പേപ്പർ വായിച്ചാൽ മതി, ഈ 2-3 ന്യൂസ് പേപ്പർ ഒന്നും വായിക്കേണ്ട. ഓക്കെ, ഒരു ന്യൂസ് പേപ്പർ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും വായിക്കാൻ പറ്റിയ അത്രയും നല്ലത്. ഓക്കെ, ന്യൂസ് പിക്ക് ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഏതാണ് ഇമ്പോർട്ടൻറ്റ്, പൊളിറ്റിക്കൽ ന്യൂസ് അവോയ്ഡ് ചെയ്തേക്കുക, ആദ്യം അത് നോക്കണം. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വായിക്കാം. ബട്ട് ഫോർ ദ അക്കാഡമിക് പർപ്പസ് നിങ്ങളൊരു സെലക്ട് ചെയ്ത് ന്യൂസ് പേപ്പർ വായിക്കേണ്ട ഒരു എബിലിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ അഗെയിൻ തന്നെ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ ഭാഗമാണ് നമ്മൾ ഇച്ചിരി കൂടെ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഫോക്കസസ് ഏരിയ ഇൻ ദ ന്യൂസ് പേപ്പർ റീഡിങ്. ഓക്കെ, എഡിറ്റോറിയൽ ആൻഡ് ദ ഒപ്പീനിയൻ പേജസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബൾക്കി ആണെന്ന് വെച്ച് അത് ഇച്ചിരി വലുതായി എഴുതി വെച്ചേക്കുന്നതെന്ന് വെച്ച് പ്ലീസ് ഡോണ്ട് സ്കിപ്പ് ദാറ്റ്. നിങ്ങളത് റീഡ് ചെയ്യുക, ഇച്ചിരി ടൈം എടുത്താൽ റീഡ് ചെയ്യുക. ആദ്യം ന്യൂസ് പേപ്പർ റീഡ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് ഇച്ചിരി സമയം എടുക്കും. ലൈക്ക് ഒരു 3 hours ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. 3 മണ്ടയ്ക്കും വേണമെങ്കിൽ പോവാം. ഓക്കെ, സോ ഡോണ്ട് ബോദർ ദാറ്റ്, ജസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യുക, അത് പേടിച്ച് നിൽക്കാതെ സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് റീഡ് ഇറ്റ്. എത്ര നേരം എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, ആദ്യം ഇച്ചിരി എടുക്കും. വിത്തിൻ എ 1 or 2 months നമുക്കിത് ശരിയാക്കാനേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 2 months കഴിഞ്ഞപ്പോൾ 1 and 1.5 hour ഈ ഒരു ന്യൂസ് പേപ്പർ തീരും. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ സോഴ്സ്. സോ ദ നെക്സ്റ്റ് ഇസ് ദ എക്കോണമി ആൻഡ് ദ പോളിസി ചേഞ്ചസ്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പറ്റും. ന്യൂസ് പേപ്പറിൽ അത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പിക്ക് ചെയ്യേണ്ടതെന്നാണ് ഈ പറയുന്നത്. ദാറ്റ് ഈസ് എക്കോണമി ആൻഡ് ദ പോളിസി ചേഞ്ചസ് വരും, അതൊക്കെ നമ്മൾ റീഡ് ചെയ്യണം. അത് കീ ഏരിയാസ്, സുപ്രീം കോർട്ട് ഹൈക്കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്, അത് ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് വരുന്നുണ്ട്, അത് നിങ്ങൾ പിക്ക് ചെയ്ത് വായിക്കണം. ഇന്റർനാഷണൽ റിലേഷൻസ്, സോ ദ മസ്റ്റ് തിങ് ഈസ് ദ ഇന്റർനാഷണൽ റിലേഷൻ. ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് ഒരു പേജ് തന്നെ ഉണ്ട്, അത് എന്തായാലും നിങ്ങൾ റീഡ് ചെയ്യുക. എന്തുവാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്.
ആൻഡ് സയൻസ് ആൻഡ് ഞാൻ പറഞ്ഞല്ലോ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയറമെൻറ്റ് ആൻഡ് ഇക്കോളജി, ഈ ഒരു സാധനം ഡൈനാമിക് ആണ്. ഇത് നമ്മൾ ന്യൂസ് പേപ്പറിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റൂ. സോ പ്ലീസ് ഇത് നിങ്ങൾ ന്യൂസ് പേപ്പറിൽ നിന്ന് കവർ ചെയ്യുക, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, റിവിഷൻ സ്ട്രാറ്റജി മന്ത്ലി കമ്പലീഷൻ പ്രൊവൈഡ് ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾക്ക് ജിയോഡിൻ്റെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഇത് റിവിഷൻ ചെയ്യാനേ ഉള്ളൂ. മന്ത്ലി ഒരു മാഗസിൻ നമ്മൾ ഇതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മളൊരു ഫുൾ മന്ത് ന്യൂസ് പേപ്പർ വായിച്ചു, ഏകദേശം നമ്മുടെ ചുറ്റും നടക്കുന്നതൊക്കെ നമുക്കറിയാം. ഇനി നമുക്ക് ജസ്റ്റ് മന്ത്ലി മാഗസിൻ ഒന്ന് വായിച്ച ഏകദേശം നമുക്ക് ക്ലിക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഇതൊക്കെ വായിച്ച് ഇതാണ് കണക്ട് ചെയ്യുന്നത്, ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു അത്. സോ അതിനു വേണ്ടിയാണ് മന്ത്ലി മാഗസിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലീസ് ഡോണ്ട് ജസ്റ്റ് മന്ത്ലി മാഗസിൻ മാത്രം വായിച്ചുകൊണ്ട് പഠിക്കാൻ പോകാതിരിക്കുക. ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് നിങ്ങളൊരു ഡേ എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ സപ്പോസ് സ്റ്റുഡൻസ് മോസ്റ്റ്ലി ഒരു ചാപ്റ്റർ എടുക്കുന്നു ആൻഡ് ഒരു ബുക്ക് എടുക്കുന്നു, ആ ബുക്ക് നമുക്ക് തീർക്കാം, അങ്ങനെയല്ല പോകേണ്ടത്. നമ്മളൊരു ഡേ നമ്മൾ ആദ്യം ഷെഡ്യൂൾ ചെയ്യണം. ഓക്കെ, ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒരു ഡേ ഷെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞു തരുന്നില്ല, ബട്ട് ഒരു ഡേയിൽ എന്തൊക്കെ കവർ ചെയ്യണമെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഫസ്റ്റ് ഈസ് യുവർ ന്യൂസ് പേപ്പർ മസ്റ്റാണ്. ന്യൂസ് പേപ്പർ എന്തായാലും കവർ ചെയ്യണം. ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വായിക്കുക. ബട്ട് മോസ്റ്റ്ലി ഞാൻ കണ്ടെത്തുന്നത് ഇപ്പോൾ ഒരു ലോങ് ടേം ആസ്പിറൻ്റ് ആണ്, അവർ ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കുന്നു. ചിലപ്പോൾ രാവിലെ എണ്ണിച്ച് വായിക്കുമ്പോൾ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ. ചിലവർക്ക് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഇങ്ങനെ ഇച്ചിരി അപ്സെറ്റ് ആയിട്ട് നടക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു, ന്യൂസ് പേപ്പർ എന്നെ ബാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ രാവിലെ അവോയ്ഡ് ചെയ്തിട്ട് ഉച്ചയ്ക്കോ രാത്രിയിലോ നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ടൈം വെച്ചിട്ട് നോക്കുന്ന പോലെ വായിക്കുക. ബട്ട് സ്റ്റിൽ ന്യൂസ് പേപ്പർ ഇച്ചിരി ആദ്യമായിട്ട് തുടങ്ങുന്ന സ്റ്റുഡൻസിന് ലെങ്തി ആയിരിക്കും, ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്യൽ ന്യൂസ് പേപ്പർ മസ്റ്റ് ആയിട്ട് ഒരു ഡെയിലി റീഡ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് യുവർ ക്ലാസ്സസ്. നിങ്ങൾ ക്ലാസ്സസ് എന്തായാലും അറ്റൻഡ് ചെയ്യണം. ക്ലാസ്സസിൻ്റെ കൂടെ നിങ്ങൾക്ക് നോട്ട്സ്, 2 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ചിലർക്ക് ക്ലാസ്സസ് കണ്ടാൽ മതി, ചിലർക്ക് നോട്ട് മേക്കിംഗ് ചെയ്യണം, ചിലർക്ക് ക്ലാസ് വാച്ച് ചെയ്താൽ മതി. ഓക്കെ, നോട്ട് മേക്കിംഗ് ചെയ്യേണ്ട ആൾക്കാർ ഷോർട്ട് നോട്ട്സ് ആക്കി പ്രിപ്പയർ ചെയ്യുക. ക്ലാസ് നോട്ട്സൊക്കെ ഇപ്പം ജിയോ ടീം നിങ്ങൾക്ക് എന്തായാലും ഹാൻഡ് റിട്ടൺ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെയായിട്ടൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്താലേ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മെമ്മറൈസ് ചെയ്യാൻ പറ്റൂ എന്ന് തോന്നുന്നെങ്കിൽ ഓക്കെ, നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ക്ലാസ്സസ് കഴിഞ്ഞിട്ട് ഒരു ഡെയിലി ഷെഡ്യൂൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ച സബ്ജക്റ്റ് എന്തായാലും നിങ്ങൾക്ക് വന്നിട്ട് റിവൈസ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഒരു ഡെയിലി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അത് ഏത് സബ്ജക്റ്റ് ആകാം, പോളിറ്റി ആകാം, ജോഗ്രഫി ആകാം. നിങ്ങളുടെ മന്ത്ലി ടൈം ടേബിളിൻ്റെ അനുസരിച്ച് നിങ്ങളത് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ജിയോയുടെ നിങ്ങൾക്ക് ടൈം ടേബിൾ എന്തായാലും ഇട്ട് കാണും. സോ ആ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങളത് പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ദ CSAT. ഓക്കെ, CSAT അവോയ്ഡ് ചെയ്യുമല്ലോ. CSAT മസ്റ്റ് ആണ്. 1 ഡേ ഒരു 1 hour CSATന് വേണ്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങളൊരു ഡേ ഷെഡ്യൂൾ ചെയ്യുന്നു, അതിനകത്ത് ന്യൂസ് പേപ്പർ എന്തായാലും വേണം, ക്ലാസ്സസ് എന്തായാലും കാണും, ക്ലാസ്സസ് റിവിഷൻ കാണും, പിന്നെ ഡെയിലി ഒരു സബ്ജക്റ്റ് പഠിക്കാനിരിക്കണം, അതിൻ്റെ കൂടെ CSATും വേണം. ഓക്കെ, ഈ 4 പോയിന്റ്സ് നിങ്ങളുടെ ഒരു ഡേയുടെ ഷെഡ്യൂളിൽ എന്തായാലും കാണണം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു സ്റ്റാർട്ടിങ് ഒരു ബൂസ്റ്റ് കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഓക്കെ പ്രിപ്പറേഷൻ എനിക്ക് ഇനിയും കൂടെ ഇച്ചിരി കൂടെ എഫേർട്ട് ഇടാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് ഇനിയും കാര്യങ്ങൾ ആഡ് ചെയ്യാം. സോ ദിസ് ആർ ദ ബേസിക് തിങ്സ് ദാറ്റ് യു ഹാവ് ടു ഡു ഇൻ ദ UPSC preparation. So that's the thing guys. Thanks for your time. See you in the next class. Bye.